നമസ്കാരം. നിതീഷ് കുമാറിന്റെ രാജി ബീഹാറിൽ വൻ ചർച്ചാ വിഷയമായിരുന്നു. ഇന്ത്യ സഖ്യവുമായി സഹകരിച്ചു പോകാൻ താൻ പരമാവധി ശ്രമിച്ചുവെന്നും എന്നാൽ സഖ്യത്തിന്റെ മെല്ലെപ്പോക്കാണ് മുന്നണി വിടാനുള്ള പ്രധാന കാരണമെന്നും ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാർ പറഞ്ഞു. തന്റെ ആവശ്യങ്ങൾക്കൊന്നും കൃത്യമായ സമയത്ത് പ്രതികരണം നൽകിയില്ലെന്നും കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കാത്തതിനാലുമാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്നും നിതീഷ് കുമാർ പ്രതികരിച്ചു. മന്ത്രിമാരായിരുന്ന വിജേന്ദ്ര യാദവിനും സഞ്ജയ്ക്കും ഒപ്പമാണ് നിതീഷ് കുമാർ രാജി സമർപ്പിക്കാനെത്തിയത്. രാജിവെച്ച് പുറത്തിറങ്ങിയ നിതീഷിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് ഉറപ്പാണ്. പുതിയ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്നും വീണ്ടും മുഖ്യമന്ത്രിയായി തുടരാമെന്നും ഉറപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. നിയമസഭയിലെ അംഗങ്ങളുടെ കൃത്യമായ പിന്തുണയും അദ്ദേഹം ഉറപ്പാക്കി. മാത്രമല്ല, കാണാതായ 9 കോൺഗ്രസ് MLA-മാർ BJP-ക്കൊപ്പമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. BJP-ക്കെതിരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു നിതീഷ് കുമാർ. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു വേള ചർച്ച ചെയ്യപ്പെട്ട പേരാണ് നിതീഷിന്റേത്. അദ്ദേഹം സഖ്യം വിട്ട് BJP-ക്കൊപ്പം പോയത് ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ ചേരിയെ ദുർബലമാക്കി. 243 അംഗ നിയമസഭയാണ് ബീഹാറിലേത്. 122 അംഗങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിക്കോ മുന്നണിക്കോ ഭരണം നടത്താൻ സാധിക്കും. 2020 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായത് ലാലു പ്രസാദ് യാദവിന്റെ RJD ആയിരുന്നു. ഇവർക്ക് 79 സീറ്റുകൾ ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ BJP-ക്ക് 78 അംഗങ്ങളെ നിയമസഭയിൽ എത്തിക്കാൻ സാധിച്ചു. JDU 45, കോൺഗ്രസ് 19, CPI-ML 12, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 4, CPI 2, CPM 2, മജ്ലിസ് 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് ബീഹാർ നിയമസഭയിലെ മറ്റു പാർട്ടികളുടെ അംഗബലം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം RJD, JDU, കോൺഗ്രസ് കക്ഷികൾ ചേർന്നാണ് വിശാല സഖ്യ സർക്കാർ രൂപീകരിച്ചത്. ഇടതു പാർട്ടികൾ പിന്തുണയ്ക്കുകയും ചെയ്തു. അതേസമയം നിതീഷ് കുമാർ BJP പക്ഷത്തോട് ചേർന്നതോടെ JDU BJP സഖ്യത്തിന്റെ അംഗബലം 123 ആയി. ഇവർക്ക് ഭരണം നടത്താൻ മറ്റു തടസ്സങ്ങളില്ല. മാത്രമല്ല, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയുടെ 4 അംഗങ്ങളും BJP-യെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതോടെ പുതിയ സർക്കാരിന് 5 അംഗങ്ങളുടെ അധിക പിന്തുണയുണ്ട്. മഹാസഖ്യത്തിന് ഇനി 114 അംഗങ്ങളുടെ പിന്തുണയേ ഉള്ളൂ. 8 അംഗങ്ങളുടെ കുറവാണ് ഇവർക്കുള്ളത്. ഇതിനിടെയാണ് 9 കോൺഗ്രസ് അംഗങ്ങളെ കാണാനില്ലെന്നും ഇവർ BJP-ക്കൊപ്പം പോയെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. RJD മന്ത്രിമാരായിരുന്നവരെ നീക്കി പകരം BJP മന്ത്രിമാരെ നിയോഗിക്കാനാണ് JDU BJP ധാരണ. നിതീഷ് മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാർ ചുമതലയേറ്റേക്കും. ഇന്നു തന്നെ നിതീഷിന്റെ സത്യപ്രതിജ്ഞയുണ്ടാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ JDU BJP സഖ്യം മത്സരിക്കുമ്പോൾ തങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് RJDയുടെ പ്രതികരണം. BJP സഖ്യത്തെ പരാജയപ്പെടുത്തുമെന്നും നിതീഷിനെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുമെന്നും അവർ പറയുന്നു. നന്ദി.